ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്മോൾ ലെറ്റർ എസ് സ്ക്വയർ എന്നുള്ളത് ക്യാപിറ്റൽ എസ് സ്ക്വയറിൻ്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മളെ സാമ്പിൾ വേരിയൻസിൻ്റെ ഇക്വേഷൻ n-n ഡിവൈഡഡ് ബൈ nn ഇൻറ്റു ക്യാപിറ്റൽ എസ് സ്ക്വയർ ആണ്. ആ എസ് സ്ക്വയറിൻ്റെ എസ്റ്റിമേറ്റ് സ്മോൾ ലെറ്റർ എസ് സ്ക്വയർ ആണെന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്മോൾ ലെറ്റർ എസ് സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ സ്മോൾ ലെറ്റർ n-1 ഇൻറ്റു സമ്മേഷൻ സ്മോൾ ലെറ്റർ yi മൈനസ് y ബാർ ഹോൾ സ്ക്വയറിനാക്കി എഴുതാൻ പറ്റും. ഓക്കെ, ക്യാപിറ്റൽ എസ് സ്ക്വയർ എന്നുള്ളത് ക്യാപിറ്റലായിരുന്നു 1 ബൈ n-1ഉം സമ്മേഷൻ yi മൈനസ് y ബാർ ഇതിൽ yi y ബാർ n ഒക്കെ ക്യാപിറ്റലായിരുന്നു. അപ്പോൾ സ്മോൾ ലെറ്റർ എസ് സ്ക്വയർ ആകുമ്പോൾ അതൊക്കെ സ്മോൾ ലെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. 1 ബൈ n-1 ഇൻറ്റു സമ്മേഷൻ yi സ്ക്വയർ മൈനസ് n ഇൻറ്റു y ബാർ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാക്കി മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാം ഇവിടെ ഉള്ളത് എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ എന്നുള്ളതാണ് ഈ ഭാഗത്തുള്ളത്, ലെഫ്റ്റ് സൈഡിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡിനോമിനേറ്ററിലുള്ള n-s സ്ക്വയറിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് n-1 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ yi സ്ക്വയർ മൈനസ് n ഇൻറ്റു y ബാർ സ്ക്വയർ വരും. ഇവിടെ വെറും സ്മോൾ ലെറ്റർ സ്ക്വയർ ആയിരുന്നേ, സോറി തെറ്റിപ്പോയതാണ്. സ്മോൾ ലെറ്റർ സ്ക്വയർ ആണ് 1 ബൈ n-1 സമ്മേഷൻ yi മൈനസ് n ഇൻറ്റു y ബാർ ഹോൾ സ്ക്വയർ. അപ്പോൾ രണ്ട് സൈഡിൽ എക്സ്പെക്റ്റേഷൻ എടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ വന്നതും ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ yi സ്ക്വയർ മൈനസ് n y ബാർ സ്ക്വയർ എന്നുള്ളത് വന്നത്. ഓക്കെ, ഇനി നമ്മൾ എക്സ്പെക്റ്റേഷൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാണ്. സമ്മേഷനെ പുറത്ത് വെക്കും. സമ്മേഷൻ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് yi സ്ക്വയർ മൈനസ് n ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് y ബാർ സ്ക്വയർ എന്നുള്ളതാക്കി ഈ ഇക്വേഷനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, അതിന് നമ്മൾ ഇക്വേഷൻ 1 എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് yi സ്ക്വയറിനെ നമുക്ക് വേരിയൻസിൻ്റെ ടേമിലാക്കി എഴുതാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ വേരിയൻസ് ഓഫ് എക്സ് നമുക്കറിയാം, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഹോൾ സ്ക്വയർ, ഇത് മൈനസ് ആണ്, മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയറിനാണെന്നുള്ളത് അറിയാം. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കിത് കാണാൻ വേണ്ടി വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലാക്കി എഴുതാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് yi സ്ക്വയറിനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് yi സ്ക്വയർ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് yi പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് yi ഹോൾ സ്ക്വയർ ആണെന്നുള്ളത് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കറിയുന്ന കാര്യമാണ് വേരിയൻസ് ഓഫ് yi സ്ക്വയർ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്. അതേപോലെ മീൻ ഓഫ് yi എന്ന് പറയുന്നത് y ബാർ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എക്സ്പെക്റ്റേഷൻ ഓഫ് yi സ്ക്വയർ എന്ന് വെച്ചാൽ സിഗ്മ സ്ക്വയർ പ്ലസ് y ബാർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വേണ്ടത് എക്സ്പെക്റ്റേഷൻ ഓഫ് y ബാർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എക്സ്പെക്റ്റേഷൻ ഓഫ് y ബാർ സ്ക്വയർ ആണെങ്കിൽ നമുക്കറിയാം ഈ നേരത്തെ ഇത് കണ്ടുപിടിച്ച പോലത്തെ അതേ ഇക്വേഷൻ തന്നെ വേരിയൻസ് ഓഫ് y ബാർ സ്ക്വയർ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് y ബാർ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, y ബാർ സ്ക്വയറിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? n-n ബൈ nn ഇൻറ്റു എസ് സ്ക്വയർ ആണ്. അതേപോലെ മീൻ എന്ന് പറയുന്നത് y ബാർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് y ബാർ സ്ക്വയർ എന്ന് പറയുന്നത് n-n ഇൻറ്റു nn ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് y ബാർ സ്ക്വയർ ആണെന്നുള്ളത് കിട്ടി. അപ്പോൾ ഇവിടെ സിഗ്മ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n-1 ബൈ n ഇൻറ്റു എസ് സ്ക്വയർ ആണ്. ഓക്കെ, n-1 ബൈ n ഇൻറ്റു എസ് സ്ക്വയർ ആണ്. അൺബയാസ്ഡ് ആവുക അപ്പോഴാണ് സിഗ്മ സ്ക്വയറിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ n-1 എസ് സ്ക്വയർ ബൈ n എന്നുള്ളതാണ് നമ്മൾ ഈ സിഗ്മ സ്ക്വയറിൻ്റെ വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഈ വാല്യൂസ് എക്സ്പെക്റ്റേഷൻ ഓഫ് y സ്ക്വയറിൻ്റെ വാല്യൂവും എക്സ്പെക്റ്റേഷൻ ഓഫ് y ബാർ സ്ക്വയറിൻ്റെ വാല്യൂസും നമ്മൾ ഈ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ n-1 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും കിട്ടാം. സമ്മേഷൻ n-1 by n into s square plus y bar square
മൈനസ് എൻ ഇൻറ്റു എൻ മൈനസ് എൻ ബൈ എൻ എൻ എസ് സ്ക്വയർ പ്ലസ് വൈ ബാർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഈ ബ്രാക്കറ്റൊക്കെ പോകുമ്പോൾ നമുക്ക് എന്ത് വരും? ഈ എന്നിനൊക്കെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ എൻ വൈ ബാർ സ്ക്വയറും ഇവിടെയുള്ള എൻ വൈ ബാർ സ്ക്വയറും ക്യാൻസലായി പോവും. ബാക്കി റിമൈനിങ് ആയിട്ടുണ്ടാകുന്ന ടേംസ് എന്ന് പറയുന്നത് ഇതായിരിക്കും, എൻ എൻ മൈനസ് എൻ പ്ലസ് എൻ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഈ മൈനസ് എന്നും പ്ലസ് എന്നും കട്ടായി പോയാൽ നമുക്ക് എൻ എൻ മൈനസ് എൻ ആണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ എന്നിനെ നമ്മൾ കോമൺ ആക്കി വെക്കുകയാണെങ്കിൽ എൻ ഇൻറ്റു എൻ മൈനസ് 1 വരും. ഇവിടെ ആണെങ്കിൽ എസ് സ്ക്വയർ ബൈ എൻ എന്ന് വരും. ഈ സൈഡിലാണെങ്കിൽ എൻ മൈനസ് 1 ബൈ എൻ മൈനസ് 1 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ. അപ്പോൾ ഇത് രണ്ട് സൈഡിലും എൻ മൈനസ് 1 ഉള്ളതിനെ കൊണ്ട് അത് രണ്ടും ക്യാൻസലായി പോവും. ഇവിടെ ഉള്ള എന്നും ക്യാൻസലായി പോവും. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് സ്മോൾ എസ് സ്ക്വയർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എസ് സ്ക്വയർ ആണെന്നുള്ളത് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? എസ് സ്ക്വയർ ഇസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റ് ഫോർ ക്യാപിറ്റൽ എസ് സ്ക്വയർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മളെ വേരിയൻസിൻ്റെ ഇക്വേഷനിൽ ക്യാപിറ്റൽ എസ് സ്ക്വയർ ഉള്ളിടത്ത് സ്മോൾ ലെറ്റർ എസ് സ്ക്വയർ കിട്ടിയാൽ നമുക്ക് എസ്റ്റിമേറ്റഡ് വേരിയൻസ് എന്താണെന്നുള്ളത് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ എസ്റ്റിമേറ്റഡ് വേരിയൻസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ വി വൈ ബാർ ഇസ് ഈക്വൽ ടു എൻ മൈനസ് എൻ ബൈ എൻ എൻ ഇൻറ്റു സ്മോൾ ലെറ്റർ എസ് സ്ക്വയർ ആണെന്നുള്ളത് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്നുള്ളത് ഒന്നും കൂടി പറയാം. എസ് സ്ക്വയർ എന്നുള്ളത് ക്യാപിറ്റൽ എസ് സ്ക്വയറിന് അൺബയാസ്ഡ് ആണെന്നുള്ളതിനും കാണിക്കേണ്ടത്. അപ്പോൾ അത് അൺബയാസ്ഡ് ആവണമെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് സ്മോൾ ലെറ്റർ എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ സ്ക്വയർ ആവണം. അപ്പോൾ എസ് സ്ക്വയറിൻ്റെ ഫോർമുല നമുക്കറിയാം, 1 ബൈ എൻ മൈനസ് 1 ഇൻറ്റു സമ്മേഷൻ വൈ ഐ മൈനസ് വൈ ബാർ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അതിന് നമുക്ക് സമ്മേഷൻ വൈ ഐ സ്ക്വയർ ബൈ എൻ ഇൻറ്റു വൈ ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് 1 എന്നുള്ള ഫോർമുല എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ എൻ മൈനസ് 1നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതേപോലെ രണ്ട് സൈഡിലും എക്സ്പെക്റ്റേഷൻ എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയി മാറും. അപ്പോൾ ഇതിൽ നിന്ന് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ബാർ സ്ക്വയറും എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഐ സ്ക്വയറും കാണണം. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ വേരിയൻസിൻ്റെ ഇക്വേഷനാണ് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കും. അങ്ങനെ സിഗ്മ സ്ക്വയർ ഉള്ളിടത്ത് നമ്മൾ സിഗ്മ സ്ക്വയറിൻ്റെ വാല്യൂ എൻ മൈനസ് 1 ബൈ എൻ ഇൻറ്റു എസ് സ്ക്വയർ എന്നുള്ള വാല്യൂവും ഇവിടെ വൈ ബാർ സ്ക്വയർ ആകുമ്പോൾ നമ്മൾ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിൻ്റെ കേസിലുള്ള വേരിയൻസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഇക്വേഷൻ 2നെയും 3നെയും നമ്മൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് സ്മോൾ ലെറ്റർ എസ് സ്ക്വയർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എസ് സ്ക്വയർ ആണെന്നുള്ളത് കിട്ടും. അപ്പോൾ നമുക്ക് എസ്റ്റിമേറ്റഡ് വേരിയൻസ് എന്താണെന്നുള്ളതും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വേരിയൻസിൻ്റെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ എസ്റ്റിമേറ്റഡ് വേരിയൻസ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എസ് സ്ക്വയറിന് പകരം സ്മോൾ ലെറ്റർ എസ് സ്ക്വയർ കൊടുത്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോപ്പുലേഷൻ ടോട്ടലിൻ്റെ എസ്റ്റിമേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ വൈ ബാർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ വൈ ബാറിൻ്റെ അൺബയാസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് വൈ ബാറിന് എങ്ങനെ എഴുതാം? വൈ ബാർ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു സ്മോൾ ലെറ്റർ വൈ ബാർ എന്നുള്ളതാക്കി എഴുതാം. വൈ എന്ന് പറയുന്നത് എൻ ഇൻറ്റു വൈ ബാർ ആക്കി എഴുതാം. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഹാറ്റ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എൻ വൈ ബാർ ആണ്. വൈനാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്നത്, വൈ ബാർ അല്ല, വൈനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്നത്. വൈ ആണ് നമ്മളെ പോപ്പുലേഷൻ ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും എക്സ്പെക്റ്റേഷൻ എടുക്കുക. എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എൻ ഇൻറ്റു വൈ ബാർ. അപ്പോൾ എന്നിനെ പുറത്തെടുത്താൽ എൻ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ബാർ. വൈ ബാർ എന്ന് പറയുന്നത് നമുക്കറിയാം എൻ വൈ ബാർ ആണ്. വൈ ബാർ എന്ന് പറയുന്നത് എൻ വൈ ബാർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ ഇൻറ്റു 1 ബൈ എൻ ഇൻറ്റു സമ്മേഷൻ വൈ ഐ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ വൈ ഐ. ഈ എന്നും ക്യാൻസലായി പോകും. സമ്മേഷൻ വൈ ഐ ആണ്. സമ്മേഷൻ വൈ ഐ എന്ന് വെച്ചാൽ നമ്മളെ പോപ്പുലേഷൻ ടോട്ടൽ വൈ ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഹാറ്റ് എന്ന് പറയുന്നത് വൈ ആണെന്നുള്ളത് കിട്ടി. ഓക്കെ, ഇനി വേരിയൻസ് ഓഫ് വൈ ഹാറ്റ് കാണണം. വേരിയൻസ് ഓഫ് വൈ ഹാറ്റ് കാണണമെങ്കിൽ വേരിയൻസ് ഓഫ് എൻ ഇൻറ്റു വൈ ബാർ കാണാം. എൻ ഇൻറ്റു വൈ ബാർ എന്ന് വെച്ചാൽ എൻ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് വൈ ബാർ ആണ്. അപ്പോൾ വേരിയൻസ് ഓഫ് വൈ ബാറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എൻ മൈനസ് എൻ ഡിവൈഡഡ് ബൈ എൻ എൻ ഇൻറ്റു എസ് സ്ക്വയർ ആണ്. അപ്പോൾ എൻ സ്ക്വയർ ഇൻറ്റു എൻ മൈനസ് എൻ ഡിവൈഡഡ് ബൈ എൻ എൻ ഇൻറ്റു എസ് സ്ക്വയർ. അപ്പോൾ ഇതിൽ ഒരു എന്നും ഈ എന്നും കട്ടായി പോവും. അപ്പോൾ നമുക്ക് എന്താ വരാം? നമ്മൾ വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കട്ടാവില്ല, ഇതേപോലെ തന്നെയാണ് എഴുതുക. എൻ സ്ക്വയർ ഇൻറ്റു എൻ മൈനസ് എൻ ബൈ എൻ എൻ ഇൻറ്റു സ്മോൾ ലെറ്റർ സ്ക്വയർ ആണ് നമ്മളെ എസ്റ്റിമേറ്റഡ് വേരിയൻസ് എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ നമ്മളിതിൽ പോപ്പുലേഷൻ ടോട്ടലിൻ്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് കണ്ടുപിടിച്ച്, എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഹാറ്റ് എന്ന് പറയുന്നത് വൈ ആണെന്നുള്ളത് കണ്ടുപിടിച്ച്, പിന്നെ വേരിയൻസ് ഓഫ് വൈ ഹാറ്റ് എന്ന് പറയുന്നത് എൻ സ്ക്വയർ ഇൻറ്റു എൻ മൈനസ് എൻ ഇൻറ്റു എൻ എൻ ബൈ എസ് സ്ക്വയർ ആണെന്നുള്ളത് കണ്ടുപിടിച്ചു. പിന്നെ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എസ്റ്റിമേറ്റഡ് വേരിയൻസ് കാണാൻ വേണ്ടി സ്മോൾ ലെറ്റർ വൈ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ ഇൻറ്റു എൻ മൈനസ് എൻ ബൈ എൻ എൻ ഇൻറ്റു സ്മോൾ ലെറ്റർ സ്ക്വയർ ആണെന്നുള്ളത് കിട്ടി. അപ്പോൾ ഈ എസ്റ്റിമേറ്റഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ എൻ സ്ക്വയറും എൻ എന്നുള്ളതൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. അതെന്തായാലും പോപ്പുലേഷൻ സൈസും സാമ്പിൾ സൈസുമാണ്. ആ എന്നൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. ഈ സാമ്പിൾ എസ് സ്ക്വയറിലും പിന്നെ വേരിയൻസ് ഓഫ് വൈ എന്ന് എഴുതുന്നതിലും മാത്രമാണ് സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രപ്പോർഷൻ നോക്കാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിൻ്റെ കേസിലുള്ള പോപ്പുലേഷൻ മീനും പോപ്പുലേഷൻ ടോട്ടലും പോപ്പുലേഷൻ വേരിയൻസും നമ്മൾ കണ്ടു. പിന്നെ അതിന് ശേഷം സാമ്പിളിംഗ് വേരിയൻസും സാമ്പിൾ മീനും പിന്നെ പോപ്പുലേഷൻ ടോട്ടലും പോപ്പുലേഷൻ ടോട്ടലിൻ്റെ എസ്റ്റിമേറ്റ് വേരിയൻസ് പിന്നെ നമ്മൾ കണ്ടുപിടിച്ചത് സ്മോൾ ലെറ്റർ സ്ക്വയർ എന്നുള്ളത് ക്യാപിറ്റൽ സ്ക്വയറിന് അൺബയാസ്ഡ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്തത്. ഇനി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റിൻ്റെ കേസ് ഉണ്ട്. ആ കേസിലുള്ളത് നിങ്ങൾ ചെയ്തു നോക്കണം. അതിൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞു തരാം. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റ് ആവുന്ന കേസിൽ അതിൻ്റെ മീൻ എന്ന് പറയുന്നത് സെയിമാണ്, അൺബയാസ്ഡ് ആണെന്നുള്ളത് നമ്മളൊരു റിസൾട്ടിൽ പറഞ്ഞു കഴിഞ്ഞു. വേരിയൻസ് എന്ന് പറയുന്നത് n-1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു എസ് സ്ക്വയർ ബൈ n ആണ്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് സിഗ്മ സ്ക്വയർ ബൈ n എന്നും എഴുതാം. ഇതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റിൻ്റെ കേസിലുള്ള വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വേരിയൻസ് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം. പ്രൂഫ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ. അതേപോലെ ഇത് വേരിയൻസ് ആണ്, ഇത് സാമ്പിൾ വേരിയൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് വാല്യൂ കാണണം. എസ്റ്റിമേറ്റഡ് വാല്യൂ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനത്തെ എസ് ആവും. എസ് സ്ക്വയർ ബൈ n എന്നുള്ളതായിരിക്കും നമ്മളെ എസ്റ്റിമേറ്റഡ് വാല്യൂ വരാം. എസ്റ്റിമേറ്റഡ് വേരിയൻസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആയിരിക്കും, വി ഓഫ് വൈ ആയിരിക്കും. അതെന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എസ് സ്ക്വയർ ബൈ n ആണ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അയക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ചോദിക്കാം.